ഞാൻ എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്ററായി എന്നുള്ളത് ഒരു ചോദ്യം ചിലരെങ്കിലും മനസ്സിലാക്കുന്നുണ്ടാവും. ഏകദേശം 2009 ടെക്നോപാർക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഐ വാസ് ടേക്കിംഗ് കെയർ ഓഫ് സം പ്രോജക്റ്റ് ഫ്രം US, UK ആൻഡ് ഓസ്ട്രേലിയ. കുറച്ച് ഡോക്യുമെൻറ്റേഷൻ പ്രോസസ്സും കുറച്ച് എക്സൽ പ്രോഗ്രാമിംഗ് ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ക്ലയൻറ്റിന് സോഷ്യൽ മീഡിയ വഴിയുള്ള കുറച്ച് ഇൻട്രാക്ഷൻസ് ഇനിഷ്യേറ്റ് ചെയ്യുന്ന കാര്യത്തിന് ആവശ്യം വന്നു. അപ്പം ആ ആവശ്യങ്ങൾക്കനുസരിച്ച് എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ 2009 എന്ന് വെച്ചാൽ ഇൻ്റർനെറ്റിൻ്റെ ഒക്കെ കടന്നു വരിങ്ങനെ വന്ന് 250 kbps സ്പീഡിലൊക്കെ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയമായിരുന്നു. ഇപ്പോൾ ടെക്നോപാർക്കിലായിരുന്നത് കൊണ്ട് തന്നെ കുറച്ച് ബെറ്റർ ആയിട്ട് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടിയപ്പോൾ ഫാം ബില്ലേക്ക് കളിക്കുന്ന സമയത്ത് കുറച്ച് കൂടുതൽ സമയം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അവിടെ നിന്നാണ് ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 years ഞാൻ അവിടെ വർക്ക് ചെയ്തു. ആ സമയത്ത് കുറേ കാര്യങ്ങൾ പഠിച്ചു. അതിന് ശേഷം നൈറ്റ് ഷിഫ്റ്റ് മാറ്റാൻ വേണ്ടിയിട്ട് റിസൈൻ ചെയ്ത് വെളിയിൽ വന്ന ശേഷം 2011 ഫസ്റ്റ് സോഷ്യൽ മീഡിയ ബ്രാൻഡിങ്ങിൻ്റെ ഒരു ബിസിനസ് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ഞാൻ ഫ്രീലാൻസ് സ്റ്റാർട്ട് ചെയ്തു. ചിലപ്പോൾ ശരിയായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും. പക്ഷേ എന്നാലും കേരളത്തിലെ ഫസ്റ്റ് സോഷ്യൽ മീഡിയ ബ്രാൻഡിങ്ങിൻ്റെ ബിസിനസ് രജിസ്റ്റർ ചെയ്ത വ്യക്തി ഞാനാണ്. ഡോക്യുമെൻ്റൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഓൾ ഓവർ ഇന്ത്യ പറയാനുള്ള കോൺഫിഡൻസ് എനിക്കില്ല, വേറെ ആരെങ്കിലും സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ കരിയർ തുടങ്ങിയത്. ഫസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനകത്ത് സോഷ്യൽ മീഡിയയുടെ പ്രൊഫൈൽ പിക്ചർ എന്ന് വെച്ചാൽ ഏകദേശം ഒരു വെർട്ടിക്കൽ ഷേപ്പിൽ സ്ട്രെയിറ്റിങ്ങിലിരിക്കും. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് പ്രൊഫൈൽ പിക്ചർ ഫേസ്ബുക്കിൻ്റെ. പിന്നീട് ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു ഫിറ്റ്നസ് ക്ലബ്ബിൽ വേണ്ടിയിട്ട് മാർക്കറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ അതിന് ശേഷം കുറേയേറെ ലോക്കൽ ബിസിനസ്സിന് വേണ്ടി ഞാൻ ഒരുപാട് അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പത്മനാഭ തീരായിരുന്നു ഫസ്റ്റ് ക്ലയൻറ്റ്. ദെൻ അതിന് ശേഷം ബാബാസ്, ദെൻ അതിന് ശേഷം റോയൽ എൻഫീൽഡ്, സ്കോഡ, കുറച്ച് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, കുറച്ച് ജ്വല്ലറി കമ്പനീസ്, അങ്ങനെ കുറച്ച് അവിടെ നിന്നാണ് എൻ്റെ തുടക്കം നടന്നത്. അപ്പം ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് ഈ ലെവലിലേക്ക് എത്തിയത്. അപ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാ ആൾക്കാരും ഇതിൽ പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും ഞാൻ കുറേ കാര്യങ്ങൾ തിയറി പഠിച്ചിട്ടുണ്ട്. പഠിച്ചതിന് ശേഷം ഇനി എനിക്ക് കിട്ടാൻ പോകുന്നത് പ്രോജക്റ്റുകളാണ്. പ്രോജക്റ്റിന് പെട്ടെന്ന് റിട്ടേൺസ് കിട്ടും, എനിക്ക് അതിന് റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാവും. പക്ഷെ അത് വർക്കൗട്ട് ആകാതെ വരുന്ന സമയത്ത്, ഒരു ഭിത്തിയിൽ തട്ടി നിൽക്കുന്ന സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ചിന്തിക്കരുതെന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. അപ്പോൾ അവിടെ നിന്നും കുറേയേറെ കഷ്ടപ്പെട്ട് 2016 ഞാൻ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് 2018 ആയപ്പോഴത്തേക്ക് എനിക്കൊരു പ്രോജക്റ്റ് ബാംഗ്ലൂരിലേക്ക് കിട്ടി. അപ്പോൾ അവിടെ പോയി. അതിനുശേഷം ഒരു 2 വർഷം അവിടെ ആ സമയത്ത് കോവിഡ് ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ബോംബെക്ക് പോയി. അവിടെ നിന്നും ആണ് തിരിച്ച് ട്രിവാൻഡ്രത്തേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. മൾട്ടിപ്പിൾ കൺട്രീസിൽ നിന്നുള്ള പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്. പല വിധത്തിലുള്ള പ്രോജക്റ്റും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും ഉള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ ചെയ്യാൻ പറ്റും, അതിനകത്തൊരു പ്രോബ്ലം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് വളരെ നന്നായിട്ട് ഞാൻ റിസർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ആ റിസർച്ച് ചെയ്തതിൻ്റെ പേരിലും ആ ഒരു ക്യൂരിയോസിറ്റി എൻ്റെ മനസ്സിലുണ്ടായിരുന്നതിൻ്റെ പേരിലുമാണ് എനിക്കിപ്പം ഈ ഒരു കേൾക്കാമോ? അപ്പം അത്രയും ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. എത്ര എളുപ്പമൊന്നുമല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ബിസിനസ്സിനകത്ത് ഒരു പ്രോഫിറ്റ് ഉണ്ടാകുമെന്ന് പറയും. പക്ഷേ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ സമയമെടുക്കും, പഠിക്കണമെന്നുണ്ടെങ്കിൽ നല്ല സമയമെടുക്കും. ഓക്കെ, അപ്പം അവിടെ നിന്നും ഈ നിലയിൽ വരെ എത്തി. ഇപ്പോൾ എനിക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുണ്ട്.